ലോകമെങ്ങുമുള്ള ഗുഡ്നസ് TV പ്രേക്ഷിതർക്ക് വചനദീപ്തിയുടെ ആശംസകൾ അർപ്പിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത, നിരന്തരം നമ്മളെ തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു വചനമുണ്ട്. 1 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ തിരുവചനം. എന്നാൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ്. അതിനാൽ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ നന്മകൾ പ്രകീർത്തിക്കണം. പ്രിയപ്പെട്ടവരെ, കർത്താവ് ശോമിശുക തൻ്റെ പീഡാനുഭവത്തിലൂടെ, കുരിശുമരണത്തിലൂടെ നമുക്ക് തന്ന ഒരു യോഗ്യതയാണിത്. ഇത് നമ്മളെപ്പോഴും നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം. എന്താണ്? നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശമാണ്, രാജകീയ പുരോഹിത ഗണമാണ്, വിശുദ്ധ ജനതയാണ്, ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ്. ഇത് കൂടെ കൂടെ നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ അകത്തുള്ള മനുഷ്യനിലേക്ക് ഈ വിശ്വാസം കടന്നു വരും. അങ്ങനെ വിശ്വാസം കടന്നു വന്നാൽ മാത്രമേ, ഈ ബോധ്യങ്ങൾ കടന്നു വന്നാൽ മാത്രമേ നമുക്ക് പുതിയ ഒരു സൃഷ്ടിയായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റൂ. ദൈവത്തിൻ്റെ സ്വഭാവം നമുക്ക് പ്രകടിപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റുകയുള്ളൂ. ഞാൻ രാജാവിൻ്റെ മകനാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞു നടക്കുന്ന ഒരു രാജകുമാരൻ, രാജാവ് സംസാരിക്കുന്നത് പോലെ സംസാരിക്കും, രാജാവ് പെരുമാറുന്നത് പോലെ പെരുമാറും. പ്രിയപ്പെട്ടവരിത് മനഃശാസ്ത്ര തത്വമാണ്. എന്നാൽ ഈ വചനം നമ്മൾ ആവർത്തിച്ച് നമ്മൾ അതുപോലെ പറഞ്ഞുകൊണ്ടിരുന്നാൽ വചനത്തിൽ നമ്മൾ മാംസം ധരിക്കും. ആ വചനമായിട്ട് നമ്മൾ മാറും, അതുമായിട്ട് നമ്മൾ താതാത്മ്യപ്പെടും. അതുകൊണ്ട് കൂടെ നമ്മൾ പറയേണ്ട ഒരു വചനമാണിത്. 2 പത്രോസിൻ്റെ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 12-ാമത്തെ തിരുവചനം പറയുകയാണ്, നിങ്ങൾ ഇക്കാര്യങ്ങൾ അറിയുകയും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സത്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നെങ്കിലും അവയെക്കുറിച്ച് എപ്പോഴും നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കണം, അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെയും ഇത് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം. ഇത് വചനമാണ്, ദൈവവചനമാണ്, ദൈവത്തിൻ്റെ വാക്കുകളാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ തന്നെ എപ്പോഴും നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം, നമ്മൾ മറ്റുള്ളവരെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം. അതുമാത്രം പോരാ. 2 പത്രോസ് 1:15 പറയുകയാണ്, എൻ്റെ വേർപാടിന് ശേഷവും നിങ്ങൾ ഇക്കാര്യങ്ങൾ ഓർക്കാൻ വേണ്ടത് ഞാൻ ചെയ്യും. പ്രിയപ്പെട്ടവരെ, വരും തലമുറകൾക്ക് വരെ ഈ പ്രയോജനം കിട്ടുന്നതിന് വേണ്ടി ഈ ഭൂമിയിൽ നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ചെയ്തിട്ടേ നമ്മൾ ഈ ലോകത്തുനിന്ന് കടന്നു പോകാൻ പാടുള്ളൂ. പ്രിയപ്പെട്ടവരെ, വീണ്ടും 1 പത്രോസിൻ്റെ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 15-ാമത്തെ തിരുവചനം പറയുകയാണ്, നിങ്ങൾക്കുള്ള പ്രത്യാശയെപ്പറ്റി വിശദീകരണം ആവശ്യപ്പെടുന്ന ഏവരോടും മറുപടി പറയാൻ സദാ സന്നദ്ധരായിരിക്കണം. അപ്പോൾ നമ്മളെപ്പോഴും കർത്താവിനെക്കുറിച്ച് പറയുവാൻ നമ്മളെപ്പോഴും സന്നദ്ധതയുള്ളവരായിരിക്കണം. അപ്പോൾ സന്നദ്ധതയുള്ളവരായിരിക്കണമെങ്കിൽ നമ്മളെപ്പോഴും ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ദൈവത്തെക്കുറിച്ച്, ദൈവം ചെയ്ത നന്മകളെക്കുറിച്ച് എപ്പോഴും നമ്മൾ നന്ദിയുള്ളവരായിരിക്കുകയും അത് പറയുകയും ചെയ്തുകൊണ്ടിരിക്കണം. എങ്കിലേ നമുക്ക് നമ്മളോട് ഈ വിശദീകരണം ആവശ്യപ്പെടുന്നവരോട് നമുക്ക് ഇത് കൊടുക്കാൻ സാധിക്കും. എൻ്റെ ഒരു സ്നേഹിതനുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് പോൾ എന്നാണ്. അദ്ദേഹം റബ്ബർ ബോർഡിലെ ഡെവലപ്മെൻറ്റ് ഓഫീസറായിരുന്നു. അദ്ദേഹം കോഴിക്കോട് ഒരു ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിലുള്ള ഒരു ഹൈന്ദവ സുഹൃത്ത് ഒരു പുതിയ കാറ് വാങ്ങി. ഓഫീസിൻ്റെ മുറ്റത്ത് മരങ്ങളൊന്നും ഇല്ലായിരുന്നുകൊണ്ട് അവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെയിലാണ്. അപ്പോൾ ആ വെയിലത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇടാൻ അദ്ദേഹത്തിൻ്റെ ഒരു വിഷമം. തൊട്ടടുത്ത ഒരു പ്രാർത്ഥനാ സങ്കേതമുണ്ട്, അവിടെ ഒരു വലിയ ഒരു കാർ പോർച്ച് ഉണ്ട്. അപ്പോൾ ഈ പോളിനോട് പറഞ്ഞു, പോളെ, എനിക്ക് ഈ കാറ് ഈ വെയിലത്തിടാൻ ഒരു വിഷമം, ആ പ്രയർ സെൻറ്ററിൽ ചെന്ന് അവരോടൊന്ന് അനുവാദം മേടിച്ച് തരുമോ? അപ്പോൾ പോള് പറഞ്ഞു, ഞാൻ വരാം, നിങ്ങളും കൂടെ വരാൻ പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന് ആ പ്രാർത്ഥനാ ഹാളിൻ്റെ ഡയറക്ടറെ അടുത്ത് ചെന്നു. ഡയറക്ടറോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഡയറക്ടർ പറഞ്ഞു, അതിനെന്താ കുഴപ്പം, നിങ്ങളെപ്പം വേണേലും കൊണ്ടുവന്നു വിട്ടോ, അതിനൊരു പ്രശ്നവും ഇല്ലെന്ന് പറഞ്ഞു. എന്നാൽ ഞങ്ങൾ പോകുകയാണെന്ന് പറഞ്ഞ് ഇവർ നന്ദി പറഞ്ഞ് ഇറങ്ങാൻ നേരത്തെ ആ പ്രാർത്ഥനാ ഹാളിൻ്റെ ഉടമസ്ഥൻ, അതിൻ്റെ ഡയറക്ടർ ഇവരോട് പറഞ്ഞു, നിങ്ങളവിടെ നിരി, നിങ്ങളോട് എനിക്കൊരു അല്പം സംസാരിക്കാനുണ്ട്. എന്നിട്ട് ഈ ഹൈന്ദവ സുഹൃത്തിനോട് ചോദിച്ചു, നിങ്ങൾ യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അപ്പോൾ അദ്ദേഹം എന്തൊക്കെയോ ഉത്തരം പറഞ്ഞു. അത് പൂർണ്ണമല്ലായിരുന്നു. തുടർന്ന് അദ്ദേഹം ആ ഡയറക്ടർ യേശു ആരാണ്, യേശു എന്തിനു വന്നു, യേശു എന്ത് ചെയ്തു, യേശുവിൽ വിശ്വസിച്ചാൽ എന്ത് കിട്ടും,
ഇതെല്ലാം വളരെ വ്യക്തമായിട്ടൊരു 10-20 മിനിറ്റ് കൊണ്ട് പറഞ്ഞു കേൾപ്പിച്ചു. ഇപ്പോൾ പറയാണ്, അദ്ദേഹം അത് പറയുന്നത് കേട്ടിട്ട് എൻ്റെ ശരീരത്തിലെ രോമങ്ങൾ എഴുന്നു വന്നു. അത്രയ്ക്ക് ഹൃദ്യമായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അടുക്കൽ വരുന്നവർക്ക് യേശുവിനെ കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം കൊണ്ട് ഒരു ഫലവുമില്ല. നമ്മുടെ അടുക്കൽ ആര് വന്നാലും യേശുവിനെക്കുറിച്ച് പറയാൻ ഏതു സാഹചര്യത്തിലും ഏതുറക്കത്തിലും നമ്മളെ വിളിച്ചെഴുന്നേൽപ്പിച്ചാലും യേശുവിനെക്കുറിച്ച് പറയാൻ നമ്മൾ തയ്യാറാവണം. എങ്കിൽ മാത്രമേ പ്രിയപ്പെട്ടവരെ നമ്മളൊരു യഥാർത്ഥ ക്രിസ്തു വിശ്വാസിയാവുകയുള്ളൂ. അല്ലാതെ നമ്മളൊരു ക്രിസ്തു വിശ്വാസി ആകുന്നില്ല. നിയമാവർത്തന പുസ്തകം അതിൻ്റെ 6-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നു. 6 മുതലുള്ള തിരുവചനങ്ങളിൽ, നിയമാവർത്തനം 6 മുതലുള്ള തിരുവചനങ്ങളിൽ ഇപ്രകാരം പറയുന്നു. നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഞാനിന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം. അവ കയ്യിൽ ഒരടയാളമായും നെറ്റിത്തടത്തിൽ പട്ടമായും അണിയണം. അവ നിങ്ങളുടെ വീടിൻ്റെ കട്ടിലെ കാലിൽ മേലും പടിവാതിലും മേലും എഴുതണം. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് തരുമെന്ന് നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രാഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നിവരോട് ശപഥം ചെയ്ത നാട്ടിലേക്ക് നിങ്ങളെ കൊണ്ടുവന്ന് നിങ്ങൾ പണിയാത്ത വിശാലവും മനോഹരമായ നഗരങ്ങളും നിങ്ങൾ നിറയ്ക്കാതെ വിശിഷ്ട വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വീടുകളും നിങ്ങൾ കുഴിക്കാത്ത കിണറുകളും നിങ്ങൾ നട്ടുപിടിപ്പിക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് മരങ്ങളും നിങ്ങൾക്ക് നൽകുകയും നിങ്ങൾ ഭക്ഷിച്ച് സംതൃപ്തരാകുകയും ചെയ്യുമ്പോൾ നിങ്ങളെ അടിമത്തത്തിൻ്റെ ഭവനത്തിൽ നിന്ന് കൊണ്ടുവന്ന കർത്താവിനെ മറക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ സേവിക്കുകയും ചെയ്യണം. അവിടുത്തെ നാമത്തിൽ മാത്രമേ സത്യം ചെയ്യാവൂ. നിങ്ങളുടെ ചുറ്റുമുള്ള ജനതകൾ സേവിക്കാൻ അന്യ ദേവന്മാരെ നിങ്ങൾ സേവിക്കരുത്. സേവിച്ചാൽ അവിടുത്തെ കോപം നിങ്ങൾക്കെതിരായി ജ്വലിക്കുകയും നിങ്ങളെ ഭൂമുഖത്ത് നശിപ്പിച്ചു കളയുകയും ചെയ്യും. എന്നാൽ നിങ്ങളുടെ മധ്യേ വസിക്കുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം അസഹിഷ്ണുവായ ദൈവമാണ്. അതുകൊണ്ട് നമ്മുടെ ഹൃദയം ഒന്നിലേക്കും ചായാൻ പാടില്ല. നമ്മുടെ ഹൃദയം എപ്പോഴും ദൈവത്തിൽ കേന്ദ്രീകരിച്ച് വേണം നമ്മൾ ജീവിക്കുവാൻ. നമ്മുടെ ഹൃദയം വ്യതിചലിക്കരുത്. കർത്താവ് എന്തു പറയുന്നുവോ അതുമാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. കർത്താവ് എന്തു പറയുന്നുവോ അതുമാത്രമേ നമ്മൾ പറയാൻ പാടുള്ളൂ. ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകുന്നു. എന്നാൽ ദൈവേഷ്ടം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കും. പ്രിയപ്പെട്ടവരെ, മത്തായി സുവിശേഷം 6:31 പറയുന്നു, ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, ആവശ്യമുള്ളതെല്ലാം നിങ്ങൾക്ക് നൽകും. പ്രിയപ്പെട്ടവരെ, ഇത് ജീവിതത്തിൽ കുറെ അനുഭവിച്ചത് കൊണ്ടാണ് ഞാൻ ഇതിവിടെ ഒന്ന് പ്രഘോഷിക്കുന്നത്. എനിക്ക് ഇത്തരത്തിലുള്ള ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ മൂത്ത മോള് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ MBBS കഴിഞ്ഞ് ഹൗസ് സർജൻസി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം കർത്താവ് എനിക്ക് സന്ദേശം തന്നു, മകളുടെ കോളേജിൻ്റെ മുന്നിൽ പോയി പ്രസംഗിക്കുക. ഞാൻ പ്രാർത്ഥിച്ച് ശക്തി ആർജിച്ച് ഞാൻ മൈക്കും എടുത്ത് ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോയി. മെഡിക്കൽ കോളേജിൻ്റെ മെയിൻ ഗേറ്റിൽ വന്ന് നിന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാനിവിടെ നിന്ന് വചനം പറയുമ്പോൾ എൻ്റെ മകളോ മകളുടെ കൂട്ടുകാരികളോ ഇതിൽ വരാൻ ഇടവരുത്തരുതേ. അങ്ങനെ പ്രാർത്ഥിക്കാൻ കാരണം അന്ന് എവിടെയും തെരുവിൽ സുവിശേഷം പറയുന്നവരില്ല. തെരുവിൽ സുവിശേഷം പറയുന്നത് പെന്തിക്കോസുകാരാണ്. കത്തോലിക്കൻ പറയില്ല, മുത്തുകൾ പന്നികളുടെ മുമ്പിൽ ഇടരുത്, ഇങ്ങനെയുള്ള ദുർവ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ട് ഇതിനെ നിഷേധിക്കുന്നവരായിരുന്നു ചുറ്റുപാടും. അപ്പോൾ ഇങ്ങനെ പ്രഘോഷിക്കുന്നവരെ വട്ടന്മാരായിട്ടും പൊട്ടന്മാരായിട്ടുമാണ് മന്ദബുദ്ധികളുമായിട്ടാണ് കരുതിയിരുന്നത്. അതുകൊണ്ട് എൻ്റെ മകൾക്ക് കൂട്ടുകാരുടെ ഇടയിൽ ഒരു അവിഖ്യാതി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചത്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ആ പ്രാർത്ഥന മറുകുറ്റി വാഞ്ഞു. ഞാൻ അവിടെ ഒന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ മകളും കൂട്ടുകാരികളും അവിടെ വന്നു. പക്ഷെ ഞാൻ കണ്ടില്ല. ആൾക്കാർ ധാരാളം ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ കണ്ടില്ല. അന്ന് ഇതുപോലെ മൊബൈലൊന്നുമില്ല. അവൾ വീട്ടിലേക്ക് ഒരു STD ബൂത്തിൽ ചെന്നിട്ട് വീട്ടിലേക്ക് വിളിച്ചു. മമ്മിയോട് പറഞ്ഞു, മമ്മി, ഡാഡി എൻ്റെ കോളേജിൻ്റെ മെയിൻ ഗേറ്റിൽ നിന്ന് യേശുവാണ് ഏകരക്ഷകൻ, യേശുവാണ് കർത്താവ്, യേശുവാണ് ദൈവം എന്നിങ്ങനെ വിളിച്ചു പറയുക. ഡാഡിയുടെ കൂടെ ആരുമില്ല. ആരെങ്കിലും 2-3 പേരുണ്ടായിരുന്നെങ്കിൽ അവൾക്കൊരാശ്വാസമായേനെ. പ്രിയപ്പെട്ടവരെ, ഞാൻ വീട്ടിൽ ചെല്ലുന്നപ്പോൾ എൻ്റെ ഭാര്യയും മക്കളും ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും പറഞ്ഞു, ഞങ്ങളുടെ കോളേജിൻ്റെ മുന്നിൽ മാത്രം, എൻ്റെ 2ാമത്തെ മോളെന്ന് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ പഠിക്കുക, ഞങ്ങളുടെ കോളേജിൻ്റെ മുന്നിൽ മാത്രം വരരുത്, വേറെ എവിടെയെങ്കിലും പോയി പ്രസംഗിച്ചോ, ഞങ്ങളുടെ കൂട്ടുകാരൊക്കെ ഞങ്ങളെ കളിയാക്കും. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, 1 സാമുവേലിൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു, എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും. എന്നിട്ട് ഞാൻ മൂത്ത മകളോട് പറഞ്ഞു, മോളെ,
നിനക്ക് MBBS കിട്ടി, അതൊരു വലിയ അത്ഭുതമാണ്. കോച്ചിങ്ങിനൊന്നും പോകാതെ വീട്ടിലിരുന്ന് പഠിച്ച് എഴുതിയാണ് അവൾക്ക് MBBS കിട്ടിയത്. ഞാൻ പറഞ്ഞു ഇനി MD കിട്ടണമെങ്കിലോ ഇതിലും ബുദ്ധിമുട്ടുള്ള എക്സാമല്ലേ, എത്രയോ ആയിരക്കണക്കിന് ഡോക്ടർമാർ എഴുതും, അതിൽ നിന്ന് വേണ്ടേ നിനക്കൊരു റാങ്ക് കിട്ടാൻ, ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അത് ഞാൻ അവളെ ആശ്വസിപ്പിക്കാൻ പറഞ്ഞ വാക്കാണെങ്കിലും അത് അതുപോലെ നടന്നു എന്നുള്ളതാണ് സത്യം. ഞാൻ എൻ്റെ മകളെയും കൊണ്ട് തിരുവനന്തപുരത്ത് ഓൾ ഇന്ത്യ എൻട്രൻസ് എഴുതാൻ പോകുമ്പോൾ കൊയിലാണ്ടിയിലുള്ള ശ്രീനിഷ എന്ന് പറയുന്ന ഒരു ഹൈന്ദവ കുട്ടിയും ഞങ്ങളുടെ കൂടെ വന്നു. ഞങ്ങൾ തലേ ദിവസം അവിടെ പോയി ഒരു ലോഡ്ജിൽ റൂം എടുത്ത് അവിടെ കിടന്നു. രാവിലെ ഞാൻ എൻ്റെ മോളുടെ തലയിൽ കൈവച്ചു പ്രാർത്ഥിക്കുമ്പോൾ ഈ ശ്രീനിഷ എന്ന് പറയുന്ന പെൺകുട്ടിയും വന്ന് മുട്ടുകുത്തി നിന്നു. ഞാൻ ആ ശ്രീനിഷയോട് പറഞ്ഞു, ശ്രീനിഷേ, ഞാൻ യേശുവിനെ വിളിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഞാനും യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാനാണ് മുട്ടുകുത്തി നിൽക്കുന്നത്, യേശുവിൻ്റെ നാമത്തിൽ അങ്കിൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ അപ്പോൾ എനിക്ക് തോന്നി ഒരു ബൈബിൾ കൊടുത്താൽ ഇവള് വായിക്കുമോ? ഞാൻ ചോദിച്ചു, ഒരു ബൈബിൾ തന്നാൽ വായിക്കുമോ? അപ്പോൾ എല്ലാ ദിവസവും വായിച്ചോളാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബൈബിളും കൊടുത്തു. രണ്ടുപേരുടെയും തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു. അവരെ സെൻട്രലിൽ കൊണ്ടുപോയി വിട്ടു. അതിനുശേഷം ഞാൻ തിരുവനന്തപുരം പട്ടണത്തിൽ ആളുള്ളിടത്തൊക്കെ പോയി എൻ്റെ ഹാൻഡ് മൈക്ക് ഉപയോഗിച്ച് ഞാൻ സുവിശേഷം പറഞ്ഞു. തിരിച്ചു വന്നപ്പോൾ കണ്ട കാഴ്ച, ശ്രീനിഷ പറഞ്ഞു, അങ്കിൾ പ്രാർത്ഥിച്ചതുകൊണ്ട് എനിക്ക് ആ പരീക്ഷ ഭയങ്കര എളുപ്പമായിരുന്നു, ഞാൻ എല്ലാത്തിനും ആൻസർ ചെയ്തു. ഞാൻ പറഞ്ഞത് യേശു പ്രവർത്തിച്ച അത്ഭുതമാണ്. യേശുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ കിട്ടും. അതുകൊണ്ട് യേശുവിനെ നിരന്തരം വിളിച്ച് പ്രാർത്ഥിക്കണം, ബൈബിൾ എല്ലാ ദിവസവും വായിക്കണം. പക്ഷേ എൻ്റെ മകള് കരഞ്ഞുകൊണ്ട്, അത് കഴിഞ്ഞ് എൻ്റെ മകള് വന്നത്, മോള് കരഞ്ഞുകൊണ്ടാണ് വന്നത്. അവൾ പറഞ്ഞു, ഞാൻ പഠിച്ചിരുന്ന ഭാഗത്തുനിന്ന് 3 ക്വസ്റ്റ്യൻ ഞാൻ തെറ്റിച്ചാണ് എഴുതിയത്, അത് പുറത്തോട്ടിറങ്ങിയപ്പോഴാണ് ഞാൻ എഴുതിയത് തെറ്റിയെന്ന് മനസ്സിലായത്. അങ്ങനെ പറഞ്ഞ് അവൾ കരച്ചില്ല. അപ്പം ഞാൻ പറഞ്ഞു, മോളെ, ഓൾ ഇന്ത്യ കിട്ടിയാൽ കേരളത്തിന് വെളിയിൽ പോകണം, കേരള കിട്ടിയാൽ നിനക്ക് കേരളത്തിൽ തന്നെ പഠിക്കാം, കേരളയിൽ കിട്ടും. അങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞു, അവളെ ആശ്വസിപ്പിക്കാൻ പറഞ്ഞ വാക്കുകളാണ്. പ്രിയപ്പെട്ടവരെ, കേരള എൻട്രൻസ് കഴിഞ്ഞ് വന്നപ്പോഴും അവൾ കരഞ്ഞുകൊണ്ടാണ് വന്നത്. 3 ക്വസ്റ്റ്യൻ എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ വന്നു, എഴുതാൻ ഇങ്ങനെ പ്രചോദനം കിട്ടി, ഞാൻ എഴുതി. പ്രിയപ്പെട്ടവരെ, അത് ശരിയായി. അൽഫോൻസാമ രോഗിയായിട്ട് കിടക്കുമ്പോൾ ഭരണജ്ഞാന സ്കൂളിലെ മണ്ടന്മാരും മണ്ടികളും വന്ന് അമ്മയെന്ന് പ്രാർത്ഥിച്ചാൽ മതി, ഞങ്ങൾ ജയിക്കും, ഇല്ലെങ്കിൽ ഞങ്ങൾ തോറ്റുപോകും എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ പ്രാർത്ഥന ആരൊക്കെ സ്വീകരിച്ചോ അവർക്കൊക്കെ പരീക്ഷ കഴിഞ്ഞപ്പോൾ വലിയ മാർക്ക് കിട്ടി, അവർക്ക് ഉന്നത വിജയം കിട്ടി. അതുപോലൊരു അത്ഭുതം ഞങ്ങളുടെ വീട്ടിലും സംഭവിച്ചു. പ്രിയപ്പെട്ടവരെ, എൻ്റെ മോൾക്ക് 23 റാങ്ക് കിട്ടി. അവൾ MD പാസ്സായി. അതിനുശേഷം DCH എടുത്തു. വേറെ 2 കോഴ്സുകളൂടെ പാസ്സായി. അവിടുന്ന് മുക്കം മെഡിക്കൽ കോളേജിലെ പീഡിയാട്രീഷ്യനാണ്. പ്രിയപ്പെട്ടവരുടെ, അവളുടെ ഭർത്താവ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ന്യൂറോ സർജനാണ്, ഡബിൾ PG ഉള്ള ഡോക്ടറാണ്. രണ്ടാമത്തെ PGക്ക് എഴുതാൻ പോകുമ്പോൾ ആ എഴുതുന്ന സമയത്ത് ഞാൻ മെഡിക്കൽ കോളേജിന് മുന്നിൽ പോയി സുവിശേഷം പറഞ്ഞു. വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, മരുമകൻ്റെ പേര് ബൈജോ എന്നാണ്, ബൈജോ പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ വെറുതെ പോയി എഴുതിയതാ, ഒന്നും പഠിച്ചില്ല, അത് കിട്ടിയല്ല എന്ന് പറഞ്ഞു. കിട്ടിയല്ലാന്ന് തീർത്ത് പറഞ്ഞു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ അദ്ദേഹം ജയിച്ചു. അദ്ദേഹം WPG ഉള്ള ഒരു ഡോക്ടറാണ്, കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ എൻ്റെ രണ്ടാമത്തെ മോള് പഠിത്തത്തിന് മോശമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം ഞങ്ങളൊരു വീട്ടിൽ വിരുന്നിന് പോയപ്പോൾ ആ വീട്ടിലെ കാരണവർ ഈ രണ്ടാമത്തെ മോളോട് ചോദിച്ചു, എടീ, നിൻ്റെ ചേച്ചി പഠിക്കാൻ വേണ്ടി എടുക്കുകയാണല്ലോ, നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അത് അവളുടെ ഹൃദയം തകർത്തു. അവൾക്ക് പിന്നെ ഭയങ്കര നിരാശ. അവൾ വീട്ടിൽ ഇങ്ങനെ ഊമയായിട്ടിരിക്കുക. ഇത് ഞാൻ അറിഞ്ഞപ്പോൾ എനിക്ക് വലിയ വേദനയുണ്ടായി. പ്രിയപ്പെട്ടവരെ, രാത്രി മുഴുവൻ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഏതാണ്ട് രാത്രി 2 മണി സമയമായപ്പോൾ ദർശനമാണോ സ്വരമാണോ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല, എനിക്കൊരു ബോധ്യം വരികയാണ്, നിൻ്റെ മോള് കോളേജ് ലെക്ചറാകും. പ്രിയപ്പെട്ടവരെ, അപ്പോഴേക്ക് എൻ്റെ ഉള്ളിലുള്ള ദുഃഖം മുഴുവൻ അങ്ങ് ഒഴുകിപ്പോയി. ഞാനൊരു പഞ്ഞിക്കെട്ട് പോലെയായി. എനിക്ക് ഭയങ്കര സന്തോഷം. പ്രിയപ്പെട്ടവരെ, പിറ്റേ ദിവസം നേരം വെളുത്ത് മക്കൾ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഞാൻ രണ്ടാമത്തെ മോളോട് പറഞ്ഞു, മോളെ, നിൻ്റെ ചേച്ചി പഠിച്ച് മെഡിക്കൽ കോളേജ് ലെക്ചറാകുമ്പോൾ നീ ആർട്സ് കോളേജ് ലെക്ചറാകും എന്ന് പറഞ്ഞു. ആർട്സ് കോളേജ് ലെക്ചറാകും. ഞാൻ വലിയ സന്തോഷത്തോടുകൂടിയാണ് പറയുന്നത്. പിന്നീട് എല്ലാ ദിവസവും ഇവളെ ഒരു ആർട്സ് കോളേജ് ലെക്ചറായിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, SLC പരീക്ഷ കഴിഞ്ഞപ്പോൾ അവൾക്ക് വെറും പാസ് മാർക്ക്. പിന്നീട് അവളെ ഞാൻ പ്രൊവിഡൻസ് കോളേജിൽ കൊണ്ടുപോയി ചേർത്തു. പ്രീ ഡിഗ്രിക്കും അവൾക്ക് വെറും പാസ് മാർക്ക്. അവളെ ഒരു ട്യൂട്ടോറിയൽ കോളേജിൽ കൊണ്ടുപോയി ചേർത്തു. എൻ്റെ ഭാര്യ എന്നും എന്നോട് പറയും, അവൾ ട്യൂട്ടോറിയൽ കോളേജിൽ പഠിച്ചാൽ ഒരു കല്യാണം ആലോചിക്കുമ്പോൾ നമുക്ക് നല്ലൊരു കല്യാണം കിട്ടിയാല, എവിടെയെങ്കിലും ഒരു കോളേജിൽ കൊണ്ടേക്ക് ചേർക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നുകൊണ്ടും പേടിക്കണ്ട, അവൾ കോളേജ് ലെക്ചറാകുന്ന കർത്താവ് തന്നിരിക്കുന്ന സന്ദേശം അത് സമയത്തിൻ്റെ പൂർത്തിയിൽ നടന്നോളും. എനിക്ക് ഒരു നിരാശയും ദുഃഖം ഉണ്ടായില്ല. SLCക്കും പ്രീ ഡിഗ്രിക്കും പാസ് മാർക്ക് മാത്രമേ ഉള്ളൂ. പക്ഷേ പ്രിയപ്പെട്ടവരെ, അതിന് ശേഷം നടന്ന അത്ഭുതം എന്താണെന്നറിയാമോ? കോഴിക്കോട്
മനുവാകർ സിംഗ് കോളേജിൽ അവിടെ കമ്മ്യൂണിക്കേറ്റഡ് ഇംഗ്ലീഷിന് അഡ്മിഷൻ കിട്ടിയൊരു കുട്ടി, ഇത് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, വളരെ ടഫാണ്, ഇത് പരീക്ഷ എഴുതി പാസ്സാകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ഉപേക്ഷിച്ചു പോയി. ഇത് ഞാൻ അറിഞ്ഞു. ആ സീറ്റിൽ ഇവളെ കയറ്റി. അപ്പോൾ കോളേജ് തുറന്നിട്ട് 2 മാസം കഴിഞ്ഞു. പഠിക്കാൻ തീരെ പുറകോട്ട് നിൽക്കുന്ന കുട്ടി, പഠിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഷയം, ഏറ്റവും ടഫായ വിഷയം കമ്മ്യൂണിക്കേറ്റഡ് ഇംഗ്ലീഷ്, അതെടുത്ത് അവളെ അവിടെ ചേർത്തു. പ്രിയപ്പെട്ടവരെ, 3 കൊല്ലം കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ അവൾ ഫസ്റ്റ് ക്ലാസ്സിൽ അവൾ പാസ്സായി. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞ് കോഴിക്കോട് ദേവരി കോളേജിൽ MAക്ക് അവൾക്ക് മെറിറ്റിൽ കിട്ടി. പിന്നീട് BEd MEd സെറ്റ് എല്ലാം ഹൈ മാർക്കിൽ അവൾ പാസ്സായി. അവൾ കോളേജ് ലെക്ചറായി. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ ആശ്രയിച്ചാൽ, സംശയിക്കാതെ വിശ്വാസത്തോടുകൂടി കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചാൽ, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2:21 പറയുന്നു, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. ഒരു മനുഷ്യന് 5 തലങ്ങളാണുള്ളത്. ആത്മീയ തലമുണ്ട്, മാനസിക തലമുണ്ട്, ശാരീരിക തലമുണ്ട്, സാമൂഹിക തലമുണ്ട്, സാമ്പത്തിക തലമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ 5 തലങ്ങളിലും ദൈവാത്ഭുതം പ്രവർത്തിക്കും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ലജ്ജ കൂടാതെ വചനം പറയാൻ നമ്മളെല്ലാവരും തയ്യാറാകണം. എന്നെ കേൾക്കുന്ന എല്ലാവരും തയ്യാറാകണം. എൻ്റെ ഒരു മൈക്കുണ്ട്, ഒരു ഹാൻഡ് മൈക്കുണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ തുണി ഉടുക്കാൻ മറന്നാലും ഈ മൈക്ക് എടുക്കാൻ ഞാൻ മറക്കുകയില്ല. കല്യാണത്തിന് പോയാലും മരിച്ചടക്കിന് പോയാലും ഞാൻ ഈ മൈക്ക് സെറ്റുമായിട്ടാണ് പോകുന്നത്. ഇന്ന് തന്നെ 3 സ്ഥലത്തെ വചനം പറഞ്ഞിട്ടാണ് ഈ സ്റ്റുഡിയോയിൽ വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ എപ്പോഴും ദൈവത്തിൻ്റെ വചനം പ്രഘോഷിച്ചു കൊണ്ടിരുന്നാൽ, പ്രിയപ്പെട്ടവരെ, നമ്മളെ ദൈവം അത്ഭുതകരമായിട്ട് വഴി നടത്തുന്ന നമുക്ക് അനുഭവം ഉണ്ടാവും. മത്തായി സുവിശേഷം 11 പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആ വലിയ ആശ്വാസം, സമാധാനം, ലോകം തരാത്ത സമാധാനം നമുക്ക് ആർജിച്ചെടുക്കാൻ സാധിക്കും. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, ഏത് സാഹചര്യത്തിൽ സംതൃപ്തിയോടെ കഴിയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ന്ന നിലയിൽ ജീവിക്കാൻ എനിക്കറിയാം, സമൃദ്ധിയിൽ ജീവിക്കാൻ എനിക്കറിയാം. ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ സംതൃപ്തിയുള്ള ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കും. ഞങ്ങൾ കോഴിക്കോട് കൽപ്പറ്റയിൽ കളക്ടറുടെ ബംഗ്ലാവിനടുത്ത്, പ്രിയപ്പെട്ടവരെ, ഞങ്ങളൊരു പ്രയർ സെൻറ്റർ തുടങ്ങുകയാണ്. ഞങ്ങളുടെ ഉദ്ദേശം ഇത് മാത്രമേ ഉള്ളൂ. ഒരു 10 ദിവസം ഇരുന്ന് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സൗജന്യമായിട്ട് അവിടെ ഒന്ന് താമസിച്ചു പ്രാർത്ഥിക്കാനുള്ള ഒരു ഇടമാണ് ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പള്ളി അവിടെ അടുത്താണ്. പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാം, സെൻറ്ററിൽ ഇരുന്ന് പ്രാർത്ഥിക്കാം. അവിടെ താമസിക്കാനുള്ള സൗകര്യമാണ് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു സെൻറ്ററിന് പണി ആരംഭിച്ചിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നിങ്ങൾ വില കൊടുത്ത് പ്രാർത്ഥിക്കാൻ തയ്യാറാവണം. ഫിയാത്ത് മിഷൻ്റെ ഡയറക്ടർ സ്വീറ്റലി 1 വർഷം മുഴുവനും ഇരുന്ന് പ്രാർത്ഥിച്ചു. 1 വർഷം മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടന്നുകൊണ്ട് ജപമാല ചൊല്ലി. അതിനുശേഷമാണ് ഫിയാത്ത് മിഷൻ ആരംഭിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് അത് ഇവിടെ എത്തി. എത്ര വലിയൊരു ഒരു മിഷൻ പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഷാലോമിൻ്റെ സ്ഥാപകൻ ബെന്നി ബെന്നത്തറ, അദ്ദേഹം കോഴിക്കോട് നിന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്നത് എവിടെയായിരുന്നു അറിയാമോ? തൃശ്ശൂരെ ബസലിക്ക പള്ളിയിലെ നിത്യാരാധന ചാപ്പലിൽ. അതെന്തിനാ അവിടെ നിത്യാരാധന ചാപ്പലില്ലേ? അവിടെ ഉണ്ട്. പക്ഷേ സ്വസ്ഥമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ, പ്രാർത്ഥനയിടയിൽ ആരുടെ ശല്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അദ്ദേഹം കോഴിക്കോട് നിന്ന് ട്രെയിൻ കയറി തൃശ്ശൂർ ബസലിക്ക പള്ളിയിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചാണ് ശാലോം തുടങ്ങിയത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ശാലോം എവിടെയെത്തി? ലോകം മുഴുവൻ ഇന്ന് വ്യാപരിച്ചില്ലേ? അതുപോലെ ഫോർട്ട് കൊച്ചിയിലെ വിക്ടർ ബ്രദർ, അദ്ദേഹം കർത്താവിൻ്റെ ഒരു സ്പർശനം കിട്ടിയതിന് ശേഷം 1.5 വർഷം ഇരുന്ന് പ്രാർത്ഥിച്ചു. 1.5 വർഷം ഇരുന്ന് പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ശുശ്രൂഷ ആരംഭിച്ചത്. ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ കുഴിമാടം തുറക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നാവ് അഴുകാതിരിക്കുകയാണ്. സുവിശേഷം പ്രസംഗിച്ച അന്തോണീസ് പുണ്യാളൻ്റെ നാവ് അഴുകാതിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഫ്രാൻസിസ് സേവ്യറുടെ ശരീരം 600 വർഷമായിട്ട് അഴുകാതിരിക്കുക. ഒരു ഇരുമ്പ് കമ്പി മേശപ്പുറത്ത് വെച്ചാൽ അത് അധികം താമസിയാതെ അത് തുരുമ്പെടുത്ത് അതില്ലാതായി പോവും. ആ പൊടി പോലും പറന്നു പോകും, അവിടെ ഒന്നും കാണത്തില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, മാംസവും മജ്ജയുമായ ഈ ശരീരം 600 വർഷമായിട്ട് അവിടെ ഇരിക്കുക. കത്തോലിക്ക തിരുസഭയിൽ 250ഓളം വിശുദ്ധരുടെ തിരുശരീരങ്ങൾ ഇന്ന് അഴുകാതിരിക്കുന്നു. ഇത് ലോകത്തിന് തരുന്ന വലിയൊരു പ്രബോധനമാണിത്. മരിച്ചാലും ജീവിക്കും, നമ്മൾ ലോകത്തോടൊപ്പം നശിക്കില്ല എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് ഇതിലൂടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വില കൊടുത്ത് നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറാവണം. യേശു തൻ്റെ ദൗത്യം ആരംഭിക്കുന്നത് 40 ദിവസം ഉപവസിച്ചു പ്രാർത്ഥിച്ചാണ്. പൂർവ്വപിതാക്കന്മാരെയൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, പ്രവാചകന്മാരെ പഠിച്ചു കഴിഞ്ഞാൽ
അവരും ഇതുപോലെ വില കൊടുത്ത് പ്രാർത്ഥിക്കുന്നവരായിരുന്നു. ഈ സ്റ്റാൻഡേർഡ് പ്രാർത്ഥന കൊണ്ട് നമുക്ക് എവിടെയും എത്താൻ പറ്റത്തില്ല. നമ്മുടെ പ്രാർത്ഥന വർദ്ധിപ്പിക്കണം, പ്രാർത്ഥനയുടെ തോത് വർദ്ധിപ്പിക്കണം. തിന്മ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ലോകത്തെ മാനസാന്തരപ്പെടുത്തണമെങ്കിൽ ജെറമിയായെക്കാളും അഭിഷേകം നമ്മൾ പ്രാപിക്കണം, ഏശയ്യായെക്കാളും അഭിഷേകം നമ്മൾ പ്രാർത്ഥിക്കണം. ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 17-ാമത്തെ തിരുവചനം പറയുന്നു, രോഗികളെ സുഖപ്പെടുത്താൻ കർത്താവിൻ്റെ ശക്തി അവനിൽ ഉണ്ടായിരുന്നു. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 19-ാമത്തെ തിരുവചനം പറയുന്നു, അവരിൽ നിന്ന് ശക്തി പുറപ്പെട്ട് രോഗികളെ സുഖപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ശക്തി കൊണ്ട് നിറയേണ്ട ഒരു കാലഘട്ടമാണിത്. കർത്താവിൻ്റെ ശക്തി കൊണ്ട് നിറഞ്ഞ് പിശാചിന്റെ പ്രവർത്തനങ്ങളെ നിർവീര്യമാക്കുവാൻ സകല വിശ്വാസികളും സടകുടഞ്ഞെഴുന്നേക്കേണ്ട ഒരു കാലഘട്ടമാണിത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പ്രവൃത്തി, നമ്മുടെ ഇപ്പോഴത്തെ പ്രവൃത്തി ഒരിക്കലും നമ്മളെ വലിയവരാക്കില്ല. ഈ സ്റ്റാൻഡേർഡ് പ്രാർത്ഥന കൊണ്ട്, ഈ സ്റ്റാൻഡേർഡ് വിശ്വാസം കൊണ്ട് നമ്മൾ ഒരിടത്തും എത്തത്തില്ല. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയുടെ ദൈർഘ്യം വർദ്ധിപ്പിക്കണം, നമ്മുടെ ശുശ്രൂഷയുടെ തലങ്ങൾ വർദ്ധിപ്പിക്കണം. എങ്കിൽ മാത്രമേ ഈ ലോകത്തെ മാറ്റാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ നമുക്കൊരുക്കാം, നമ്മുടെ മനസ്സുകളെ ഒരുക്കാം, നമ്മുടെ ശരീരത്തെ ഒരുക്കാം. അതിനുള്ള ദൃഢ നിശ്ചയം നമുക്കെടുക്കാം, വചനത്തിൽ നമുക്ക് ആശ്രയിക്കാം. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 49-ാമത്തെ തിരുവചനത്തിൽ പറയുന്നു, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. 1 മണിക്കൂറുള്ള പ്രാർത്ഥന, അരമണിക്കൂർ പ്രാർത്ഥന, 2 മണിക്കൂർ പ്രാർത്ഥന ഒന്നുമല്ല. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. പ്രാർത്ഥിക്കാനിരുന്നാൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചു മാത്രമേ പുറത്തേക്ക് പോകാൻ പാടുള്ളൂ. അപ്പോസ്തല പ്രവർത്തനം 1:8 പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയായിലും ശമരിയായിലും ലോകത്തിന്റെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. അതിനായിട്ട് നമുക്കൊരുങ്ങാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രിയ കർത്താവേ, വചനം കേട്ട മക്കളെ അനുഗ്രഹിക്കണമേ, അവരെ പരിശുദ്ധാത്മാവോട് നിറയ്ക്കണമേ, പുതിയ പുതിയ ബോധ്യങ്ങൾ കൊടുത്തവരെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.